ഈ പറയുന്ന തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് താമസം എടുക്കുന്നതാണ്. ഫൗണ്ടേഷൻ ഇട്ടു, അതിനുശേഷം ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ ആ ഗ്രോയിങ് സ്റ്റേജ്, ഒരു പ്ലാന്റ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സീഡ് വളർത്തുന്നത്, അല്ലെ സീഡിൽ നിന്ന് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അതെങ്ങനെ വളർത്തണമെന്ന് മനസ്സിലാക്കിയ ശേഷം കർഷകൻ പ്രയോഗത്തിൽ അല്ലെ ഫീൽഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കാം? ഫീൽഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ആ കർഷകൻ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാം, ഒബ്ജെക്ഷൻസ് ഇല്ലേ? കർഷകൻ കൃഷിയിടത്തിൽ തൻ്റെ ഫലങ്ങൾക്ക് അല്ലെങ്കിൽ തൻ്റെ ചെടികൾ വളരുമ്പോൾ അതിനുണ്ടാകുന്ന രൂക്ഷമായ പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കുന്നത് പോലെ തന്നെയാണ് ഈ സ്റ്റേജിൽ നമ്മുടെ സെയിൽസ് ടീം നേരിടാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ഒബ്ജെക്ഷൻസ് ഉണ്ടാവാം, റിജക്ഷൻസ് ഉണ്ടാവാം, കസ്റ്റമേഴ്സ് നമ്മളോട് നോ പറയാം. അപ്പോൾ ഈ പറയുന്ന ക്രൂഷ്യൽ സ്റ്റേജിൽ നമ്മുടെ സെയിൽസ് ടീമിന് കൃത്യമായിട്ടുള്ള പരിശീലനം, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കോച്ചിങ്, ട്രെയിനിങ് അല്ലെങ്കിൽ മെൻറ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ അവരെ കടത്തിവിടണം. ആ കടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഒബ്ജെക്ഷൻ വന്നാലോ റിജക്ഷൻ വന്നാലോ അതിനെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്ത് കസ്റ്റമറെ നമ്മളുടെ പ്രോഡക്ട്സുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന തേർഡ് സ്റ്റേജിൽ നമ്മൾ എന്താണ്? നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. നമ്മൾ തന്നെ നേരിട്ട് നമ്മുടെ പ്രോഡക്ട്സ്, ഫിസിക്കൽ പ്രോഡക്ട്സ്, ഡിജിറ്റൽ പ്രോഡക്ട്സ് എത്തിക്കുന്നു. അവിടെ കസ്റ്റമേഴ്സുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവിടെ ആ സെയിൽസ് പ്രക്രിയയിൽ കസ്റ്റമേഴ്സ് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വാലിഡേഷൻ അവിടെ നടക്കുക. അപ്പോൾ തേർഡ് സ്റ്റേജ് വളരെ പ്രധാനപ്പെട്ടതാണ്.